ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 2-3 ടിപ്സ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്പ്, നമുക്കൊരു ഹോം മെയ്ഡ് ഫ്രഷ്നർ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കംഫോർട്ട് ഉണ്ടാവില്ലേ, ഇനി കംഫോർട്ട് വലുതില്ലെങ്കിലും ചെറിയ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. കിട്ടുന്നവർ വാങ്ങുക. ഇപ്പം എല്ലാവരുടെ വീട്ടിലും കംഫോർട്ട് ഉണ്ടാവും. പിന്നെ വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് തന്നെ വേണം, പൊടിയുപ്പ് പോരാ. പിന്നെ ഇതാ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാത്രം എന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയോ പാത്രമോ എന്തായാലും മതി. ഞാനിപ്പോൾ ഒരു കുപ്പി എടുത്തിട്ടുള്ളത്. ഒരുപാട് കല്ലുപ്പൊന്നും വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിൽ കുറച്ച് കംഫോർട്ടും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. റൂമിൽ വേണമെങ്കിൽ റൂമിൽ വെക്കാം, ടോയ്ലറ്റിൽ വേണമെങ്കിൽ ടോയ്ലറ്റിൽ വെക്കാം. നമുക്ക് എവിടെയാണ് വെച്ചാൽ ഹാളിൽ വേണമെങ്കിൽ ഹാളിൽ വെക്കാം. നല്ല സ്മെല്ലാണ്, അടിപൊളിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അങ്ങനെ ഉപ്പിലേക്ക് ഞാൻ കുറച്ച് കംഫോർട്ട് ഒഴിച്ചിട്ടുണ്ട്. കംഫോർട്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡ്രസ്സിൽ മുക്കിയാൽ തന്നെ നല്ല മണമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഉപ്പിലും കൂടി ഒഴിച്ച് വെച്ചാൽ ആ മണം എന്താ പറയുക, അതിൻ്റെ ശരിക്കും അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ. നല്ല സ്മെല്ലുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു ഇല്ലെങ്കിൽ കർപ്പൂരം ഇട്ട് കൊടുത്താലും മതി. ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഗ്രാമ്പു തന്നെ ഇട്ട് കൊടുക്കുക. നമ്മ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നമ്മ വീട്ടിൽ തന്നെ ആക്കിയിട്ട് അതിൽ നിന്നൊരു മണം വരുമ്പോൾ ഒരു പ്രത്യേകം അത് അനുഭവിക്കാൻ ഒരു രസം തന്നെയാണ്. അപ്പം ഞാൻ ഗ്രാമ്പു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മൂടി അടുപ്പിലേക്ക് ഇതാ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കൂടി വേണം അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. നമുക്കിത് എവിടെ വേണമെങ്കിലും വെക്കാം. കിച്ചണിൽ വേണമെങ്കിൽ കിച്ചണിൽ വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഒരു ടിപ്പാണ്. ഹോം മെയ്ഡ് റൂം ഫ്രഷ്നർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം മിക്ക വീടുകളിലും ചെടികളുണ്ട്. ഇപ്പം ചെടികൾ വളർത്താത്ത ഒരു വീട് പോലും ഇല്ല. നമ്മൾ ചെടിക്ക് വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തിട്ടാണ് പുറത്തുനിന്ന് വളം വാങ്ങുന്നത്. അപ്പം നമ്മൾ വെറുതെ അനാവശ്യമാക്കി കളയുന്ന സാധനങ്ങൾ മതി. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനം മാത്രം മതി ചെടി നന്നായി വളരാൻ വേണ്ടിയിട്ട്. വലുതായിട്ടും ചെടികളിൽ പൂ പിടിക്കാത്തവരുണ്ടാവും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ചായപ്പിണ്ടിയില്ലേ, ചായ വെച്ചിട്ടുള്ള ലാസ്റ്റത്തെ പിണ്ടിയില്ലേ, അത് ഞാൻ ദിവസവും എടുത്തു വെക്കലുണ്ട്. ഞാൻ അന്ന് മുതലേ ചെടിക്ക് ഇതിട്ട് കൊടുക്കലുണ്ട്. ഇതൊക്കെ നമ്മൾ അനാവശ്യമായി വേസ്റ്റാക്കി കളയുന്നതാണ്. ഇത് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ചെടി നന്നായി വളരാനും അതുപോലെ തന്നെ പൂവിടാൻ വേണ്ടിയിട്ടും നല്ലതാണ്. അതുപോലെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ 1 മാസത്തിലോ 2 മാസത്തിലോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ഒരാഴ്ച 2 ആഴ്ചത്ത് കൂട്ടി വെച്ചിട്ടാണ് പിന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കൽ. ഇപ്പം ഞാൻ കുറച്ച് ആക്കിയിട്ട് വീടൊക്കെ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അപ്പം മുട്ടത്തോടും ഉണ്ട്. അതിന് മുട്ടത്തോട് പൊടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഉണക്കണം. ഉണക്കിയിട്ട് വേണം ചെടിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെടികൾക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വളമൊന്നും വാങ്ങയില്ല. പഴത്തൊലി ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ പഴത്തൊലി വെള്ളത്തിലിട്ടിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. പൂ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ചെറിയ ചെടികൾക്ക് മൊട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഈ മുട്ടത്തോടും ചായപ്പൊടിയുടെ ഇതും ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അടിപൊളിയാണ്. എല്ലാവർക്കും പൂക്കളിലെ ചെടികളായിരിക്കും കൂടുതൽ ഇഷ്ടം. പൂക്കൾ ഉണ്ടാകുമ്പോൾ പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ചെടിയുടെ ഇലയൊക്കെ നല്ലോണം പുഴുവരിക്കുന്നുണ്ട്. അപ്പം പുഴുവിൻ്റെ ഇത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടിയും പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ചോറ് വെക്കുന്ന അരിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്താൽ പ്രാണിയുടെയും പുഴുവിൻ്റെയും ശല്യം ഉണ്ടാവില്ല. ഞാൻ ഇത് ആദ്യമേ ചെയ്യുന്ന ടിപ്പാണ്. അപ്പോൾ അത് ചെറിയ ചെടിയാണ്, ഞാൻ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ട്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനമാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേണ്ടത് അതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. കുറച്ച് മതി. ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ചെടീനെ സ്നേഹിക്കുന്നവർക്ക് ഒരു ചെടി പോലും നശിച്ചു പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര സങ്കടമായിരിക്കും. അപ്പം നമ്മൾ ആ ചെടിക്ക് എന്തെങ്കിലും രോഗം വരുന്നതിന് മുമ്പേ ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നമ്മ 2 ആഴ്ചക്കോ മാസത്തിലോ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചെടിക്ക് പുഴുവരിച്ചലും അതുപോലെ തന്നെ പ്രാണിയുടെ ശല്യം എല്ലാം കുറഞ്ഞു കിട്ടും. അങ്ങനെ വിനാഗിരി ഒഴിച്ച് കൊടുത്ത് പിന്നെ വേണ്ടത് വെള്ളമാണ്, പച്ചവെള്ളം. പച്ചവെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക.
പിന്നെ ഇതിൻ്റെ അടപ്പിന് നമ്മൾ ഹോൾസ് ആക്കണം, സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല, ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടാകുമ്പം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിൽ അരിയും കൂടിയും എല്ലാം കൂടി കലർന്ന് കിട്ടാൻ, വെള്ളത്തിലേക്ക് കലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓവർനൈറ്റ് വെക്കാൻ പറയുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഓവർനൈറ്റ് വെക്കാൻ കഴിയില്ല, ഒരു 3 മണിക്കൂറെങ്കിൽ മാക്സിമം വെച്ച് കൊടുക്കണം. ആകുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. ഇന്നത്തെ എൻ്റെ 3 ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം, അടിപൊളി ടിപ്പാണ്. അപ്പം ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ.